ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി. അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അതിനകത്ത് 2 കേസുണ്ട്. ഒന്ന് നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഔട്ടർ ജാം ആയതിന് ശേഷം അതിൻ്റെ ക്രൗണും പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് ആ സൗണ്ട്. മെയിനായിട്ട് ആ സൗണ്ട് വന്നതിൻ്റെ കാരണം. അപ്പോൾ അത് ആ കേബിളും ഈ ക്രൗണും പിനിയനും മാറ്റി കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് മാറിക്കോളും. അതായത് സൗണ്ടാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് മാറിക്കോളും. അത് കൂടാതെ കൊണ്ട് വണ്ടിക്ക് 1-2 കംപ്ലയിൻറ്റുണ്ട്. ഫ്രണ്ട് നമ്മൾ വീൽ അഴിച്ചേക്കണത് കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അത് നോക്കിയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞേക്കുന്നത് ഫ്രണ്ട് വീലുമായി ബന്ധപ്പെട്ട സൗണ്ടിൻ്റെ കേസാണ്. അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രൗണും പിനിയൻ സെറ്റ് മാറ്റാം, ഈ കേബിൾ സെറ്റ് മാറ്റി കഴിഞ്ഞാൽ ആ സൗണ്ടിൻ്റെ കേസ് മാറിക്കോളും. പിന്നെ നമ്മളത് വീലഴിച്ചേക്കാണ്. വീലഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ലിങ്ക് ബുഷിൻ്റെ മൊത്തം ഡാമേജ് വന്നേക്കാം. കോളറൊക്കെ തേയ്മാനം വന്നിട്ട് നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ട് ഫ്രണ്ടിൽ നിന്ന്. ഈ സൈഡാകുമ്പോൾ കുറച്ചും കൂടി കൂടുതലാണ് അപ്പുറത്തെ സൈഡ്. അപ്പോൾ അത് മാറ്റാണെന്നുണ്ടെങ്കിൽ അത് സെറ്റപ്പാടി നമുക്ക് വരാം. ഏകദേശം ഒരു 300 രൂപ 350 രൂപ അടുത്ത് അങ്ങോട്ട് റേറ്റ് തന്നെ ഉണ്ടായിന്. അതിൻ്റെ ഉള്ളിൽ തന്നെ മെറ്റലും ഫൈബറും കൂടിയിട്ടുള്ള ബുഷുകളാണ്. അത് ചേഞ്ച് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ പ്ലേയുടെ കേസ് മാറിക്കോളും. പിന്നെ ഈ ഫ്രണ്ട് കുഷ്യൻ അസംബ്ലിയുടെ ബുഷും തേയ്മാനം വന്നിട്ടുണ്ട് കണ്ടാ. അപ്പോൾ അതും മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ആ കംപ്ലയിൻ്റ് അവിടെ റെഡി ആയി പോകുള്ളൂ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ലൈനർ ഈ ഇടയ്ക്ക് എപ്പോഴും മാറ്റിയേക്കണതാണ്. കമ്പനി ലൈനറാണ് കിടക്കണത്. ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഹബിൻ്റെ തേയ്മാനം കറക്റ്റല്ല. ഈ ഹബ്ബ് ബ്രേക്ക് ലൈനർ വർക്ക് ചെയ്ത് ഈ ഹബിൻ്റെ ഈ ഔട്ടർ ഉണ്ടല്ലോ അതിൻ്റെ തേയ്മാനം ഏറെക്കുറെ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ അതിനകത്ത് കാണണം. ഈ ഇത്രയും ഭാഗം ലൈനർ നമ്മൾ പിടിക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം കളർ ചേഞ്ച്. ഇത്രയും ഭാഗം പിടിക്കുന്നുണ്ട്, ഇത്രയും ഭാഗം ലൈനർ ഹബ്ബിൽ ടച്ച് ആവണ ഊർജ്ജ. കാരണം അത്രയും വേരിയേഷൻസ് ഉണ്ട് അതിനകത്ത്. ഈ സൈഡിലെ ലൈനർ നോക്കുമ്പോൾ ഇത്രയും ഭാഗം പിടിക്കുന്നുണ്ട്, ഈ സൈഡ് പിടിക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഹബ്ബ് ലെയ്ത്തിൽ കൊടുത്തിട്ട് കറക്റ്റ് അലൈൻമെൻറ്റിലൊന്ന് പോളിഷ് ചെയ്യുക. കാരണം ഞാൻ അത് ബ്രേക്ക് ലൈനർ വർക്ക് ചെയ്തിട്ട് ഈ ഹബ്ബിന് ലൈനർ തേയ്മാനം വന്നിട്ട് നമ്മൾ മാറ്റി കളയും. പക്ഷേ ഹബ്ബിൻ്റെ തേയ്മാനം എന്ന് പറയുമ്പോഴത്തേക്കും പുതിയ ലൈനർ നമ്മൾ ചിലത് കറക്റ്റ് മാച്ചിങ് ആയി കിട്ടില്ല. അപ്പോൾ ശരിക്കും ഈ ഹബ്ബിന് വന്നേക്കുന്ന തേയ്മാനം കയറി ഇറങ്ങിയുള്ള തേയ്മാനമാണെന്നുണ്ടെങ്കിൽ അത് ലെയ്ത്തിൽ കൊടുത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈ ഫ്രണ്ട് ഇത്രയും ഭാഗമായിട്ട് ബന്ധപ്പെട്ട വേറെ വർക്ക് നമുക്ക് കഴിക്കണ്ട. അപ്പോൾ അത് ഞാൻ ഹബ്ബ് ലൈത്തിൽ കൊടുത്തിട്ട് പോളിഷ് ചെയ്തെടുക്കുക. പിന്നെ ലൈനർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഇതിൻ്റെ ലിങ്കിൻ്റെ ബുഷുകൾ ചേഞ്ച് ചെയ്തിടുക. അതേപോലെ തന്നെ ഈ കുഷ്യൻ അസംബ്ലിയുടെ ബുഷും മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത്രയും ഭാഗമാക്കി ആയിക്കോളും. അതേപോലെ ക്രൗണും പിനിയനും സ്പീഡോമീറ്റർ കേബിളും അത്ര ആയിട്ട് കഴിഞ്ഞാൽ ഈ വീലിൻ്റെ ഈ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട വർക്ക് പിന്നെ നിലവിൽ വേറെ ഇല്ല. അതാണ് കഴിഞ്ഞു പോകുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ കംപ്ലയിൻ്റ് ആദ്യം കാണാം. അതിന് ശേഷം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ തരാം. അപ്പോൾ അതും പ്രകാരം നമുക്ക് വർക്ക് ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം കേട്ടോ.